നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സമീപകാലത്ത് തമിഴ് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഏറെ ചർച്ചയായി മാറിയ കാര്യമായിരുന്നു നടനും മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയാൻ പോകുന്നുവെന്ന വാർത്ത. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ സംഗീത കോടതിയിൽ ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. വിജയ്ക്ക് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്നതടക്കമുള്ള ആരോപണങ്ങളും സംഗീത ഉന്നയിച്ചു. ഇത് തൃഷയാണെന്ന തീരുമാനത്തിലും ഏവരും എത്തി. ഇതിനെല്ലാം ശേഷമായിരുന്നു വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും വീണ്ടും ഒന്നിക്കാൻ തീരുമാനിച്ചതായും ഉടൻ തന്നെ വിവാഹമോചന ഹർജി പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നും മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിജയും സംഗീതയും തമ്മിലുള്ള വിവാഹമോചന വാർത്തകളിലും ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇരുവരുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. 2026 ഫെബ്രുവരി മാസത്തിലാണ് സംഗീത സ്വർണലിംഗം ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇവർ നിയമപരമായി വേർപിരിയുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇരുവരുടെയും വിവാഹമോചന കേസ് ഇന്ന് കോടതി പരിഗണിക്കും. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയാണ് കേസ് പരിഗണിക്കുക. നേരത്തെ ജൂൺ 15 കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും വിജയും സംഗീതയും ഹാജരായിരുന്നില്ല. ഇതേ തുടർന്ന് വീണ്ടും കേസ് പരിഗണിക്കാൻ മാറ്റുകയായിരുന്നു. അതിനിടെ വിജയുടെ കുടുംബം ഇടപെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന നോട്ടീസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമമെന്നും സംഗീതയ്ക്കും മക്കൾക്കുമായി 240 കോടി രൂപ ജീവനാംശം നൽകാൻ വിജയ് ഒരുക്കമാണെന്നുമാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. ഇതിനിടെ ചെന്നൈയിൽ സ്വകാര്യ ചടങ്ങിൽ വിജയ് നടി തൃഷയ്ക്കൊപ്പം പങ്കെടുത്തത് ചർച്ചയായിരുന്നു. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ഭാര്യ വിവാഹമോചന നോട്ടീസിൽ ആരോപിച്ചിരുന്നു. 2021 മുതൽ ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നും വിലക്കിയിട്ടും തുടർന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും പാലിച്ചില്ല. ഇതോടെ താൻ മാനസികമായി തകർന്നുവെന്നും സംഗീത പറയുന്നു. തന്നെ പരിപൂർണമായി അവഗണിച്ചതിനാൽ 5 വർഷത്തിലേറെയായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. വിജയ് നടിക്കൊപ്പം വിദേശത്ത് പോകാറുണ്ടെന്നും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് തനിക്കും മക്കൾക്കും അപമാനകരമാണെന്നും പരാതിയിലുണ്ട്. ഒത്തുതീർപ്പ് ശ്രമം പരാജയപ്പെട്ടതിൽ വിവാഹമോചനം വേണമെന്നാണ് ആവശ്യം. 1999 വിജയ് സംഗീത വിവാഹം. മാസ്റ്റർ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിലാണ് അവസാനമായി സംഗീത വിജയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം സംഗീതയുടെ അഭാവം കണ്ട് തുടങ്ങിയതോടെ ചർച്ചകളും ആരംഭിച്ചിരുന്നു. ഗോസിപ്പുകൾ പലവിധത്തിൽ പ്രചരിക്കുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. മക്കളും സംഗീതയ്ക്കൊപ്പമാണ്. ഭാര്യയും മക്കളെയും വേദനിപ്പിച്ച് തൃഷയ്ക്കൊപ്പം മുന്നോട്ടു പോകുന്ന വിജയ്ക്ക് വലിയ രീതിയിൽ വിമർശനവും ട്രോളും ലഭിക്കുന്നുണ്ട്. അതേസമയം സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ ജെയ്സൺ സഞ്ജയ് അച്ഛനുമായി അകൽച്ചയിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അച്ഛന്റെ നിഴലിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കാനാണ് മകന്റെ തീരുമാനം. വിജയ്ക്ക് ആരോപണ വിധേയയായ നടിയുമായി എന്നറിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മകനും തമ്മിൽ വലിയൊരു വഴക്ക് നടന്നുവെന്നും സഞ്ജയ് വീട് വിട്ടിറങ്ങാൻ അതാണ് കാരണമെന്നും നേരത്തെ പല തമിഴ് മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. വിജയ്ക്ക് നടി തൃഷയുമായുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ ചൂടുപിടിച്ചപ്പോൾ തന്നെ ജെയ്സൺ തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പിതാവിനെ അൺഫോളോ ചെയ്തുകൊണ്ടായിരുന്നു ഇത്. ഇതിന് പിന്നാലെ ജെയ്സൺ തന്റെ പേരിനൊപ്പമുള്ള അച്ഛന്റെ ഇനിഷ്യലായ വി മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ എസ് എന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതും ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ജെയ്സൺ പങ്കെടുത്തിരുന്നില്ല. അമ്മ സംഗീതയ്ക്കും ദിവ്യയ്ക്കുമൊപ്പം ജെയ്സണും ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അച്ഛനും മകനും അകൽച്ചയിലാണെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നതിനിടെ മകൻ ജെയ്സൺ സഞ്ജയ് നൽകിയ അഭിമുഖം വൈറലാകുകയാണ്. ജെയ്സണെക്കുറിച്ചും വിജയെക്കുറിച്ചും ഇതുവരെ ഉണ്ടായിരുന്ന പല ധാരണകളും ഇല്ലാതാക്കുന്നതാണ് ഈ അഭിമുഖം. സിഗ്മ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് വരാൻ ഒരുങ്ങുകയാണിപ്പോൾ താരപുത്രൻ. അച്ഛനുമായി ജെയ്സൺ അകൽച്ചയിലാണെന്നാണ് കുറെ നാളുകളായി അഭ്യൂഹമുണ്ട്. അമ്മയ്ക്കുണ്ടായ അപമാനം മനസ്സിലാക്കി അച്ഛനെ തള്ളിപ്പറഞ്ഞ മകനെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പലരും ജെയ്സൺ സഞ്ജയെ പ്രശംസിച്ചു. എന്നാൽ പുതിയ അഭിമുഖത്തോടെ പുറത്തുവന്ന വാർത്തകളെല്ലാം തെറ്റാണെന്ന് വ്യക്തമായി. അച്ഛനെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ജെയ്സൺ സഞ്ജയ് സംസാരിക്കുന്നത്. അച്ഛൻ തമിഴ് സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായിരുന്നു. ഇന്ന് അദ്ദേഹം അഭിനയം നിർത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയായി നാട് ഭരിക്കുന്നു. ആ ഉത്തരവാദിത്തം തനിക്കും അനിയത്തിക്കും ഉണ്ടെന്നും എന്ത് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കരുതലോടെയാണ് ചെയ്യുന്നത് എന്നും ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. അച്ഛന്റെ വലിയൊരു ലെഗസിയുണ്ട്. മാത്രമല്ല ഒരു ചരിത്രപരമായ നേട്ടം നേടിയ ആളാണ് അച്ഛൻ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നതിനും ഞാനും എന്റെ സഹോദരിയും ഞങ്ങളുടെ കുടുംബത്തിലെ ആരും വളരെ കരുതലുണ്ടാവണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ജെയ്സൺ പറഞ്ഞിരുന്നു. പിന്നെ സിനിമയിലേക്കുള്ള സഞ്ജയുടെ വരവിനെ വിജയ് പിന്തുണച്ചില്ല.
വിജയ് സഞ്ജയ് ചെന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനും സഞ്ജയ് വ്യക്തമായ മറുപടി നൽകുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഒരൊറ്റ ഉപദേശം മാത്രമേ തന്നിട്ടുള്ളൂ. നീ നിന്റെ സ്വന്തം പ്രയത്നത്തിൽ വളർന്ന് നിന്റെ പേര് നേടിയെടുക്കണം എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശമാണത്. അച്ഛന്റെ ആ വാക്കുകളോട് എനിക്ക് 100% യോജിപ്പുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ടി വന്നിട്ടില്ല. എനിക്കും എന്റേതായ ഐഡന്റിറ്റി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അതായത് ഞങ്ങൾ ഒരേ വേവ് ലെങ്ത് ആണ് ഇക്കാര്യത്തിൽ പുലർത്തിയിരിക്കുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞത്, നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വരാം, പക്ഷേ നീ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ചോദിക്കണം, അല്ലാതെ ഞാനായി ചെയ്തു തരില്ല, എന്ത് വേണമെന്ന് ചോദിക്കില്ല എന്നാണ്. അച്ഛനോടും അമ്മയോടും എന്നും ഞാൻ അതിന് താങ്ക്ഫുൾ ആണ് എന്നും ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. അച്ഛന്റെ സിനിമ സെറ്റുകളിൽ പോയിട്ടുള്ള ഓർമ്മകളും അച്ഛന്റെ തോളിലിരുന്ന് ആദ്യമായി IPL മാച്ച് കണ്ടതും ഒക്കെയായ ഓർമ്മകൾ ജെയ്സൺ സഞ്ജയ് പങ്കുവയ്ക്കുന്നുണ്ട്. ഹോളിവുഡിൽ ജെയ്സൺ സ്റ്റാഥത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചാൽ, അതിലൊരു ഇന്ത്യൻ നടനെ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും എന്റെ ആദ്യത്തെ ചോയ്സ് അച്ഛനായിരിക്കുമെന്നും ജെയ്സൺ സഞ്ജയ് പറഞ്ഞിരുന്നു. വേട്ടയക്കാരൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് വിജയ്ക്കൊപ്പം ജെയ്സൺ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനൊപ്പമുള്ള അഭിനയിക്കുന്നതിനെ കുറിച്ച് അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചതിന്റെ വില മനസ്സിലാവുന്നത്. എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ആക്ഷൻ പറഞ്ഞതും ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചതുമൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. ഭാവിയിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജെയ്സൺ സഞ്ജയ് ആ സാധ്യത തള്ളിക്കളയുന്നില്ല. അതേസമയം നടന് മക്കളോടുള്ള സ്നേഹം എത്രത്തോളമായിരുന്നുവെന്ന് നടി ലക്ഷണ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. ശിവകാശിയിൽ വിജയ്ക്കൊപ്പം ലക്ഷണ എന്നറിയപ്പെടുന്ന കൃഷ്ണ സജിത്ത് അഭിനയിച്ചിരുന്നു. ശിവകാശിയുടെ ഷൂട്ട് നടക്കുമ്പോഴായിരുന്നു നടന് മകൾ ദിവ്യ സാഷ പിറന്നത്. ലോകം കീഴടക്കിയ വ്യക്തിയെ പോലെ തന്നെ അന്ന് വിജയ് സന്തോഷവാനായിരുന്നുവെന്ന് ലക്ഷണ ഓർത്തെടുത്തു. ഷൂട്ട് നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകൾ പിറന്നത്. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. ഷൂട്ടിംഗ് അവസാനിക്കുന്നതിന് 3-4 ദിവസം മുൻപാണ് ഇത് നടന്നത്. ലാസ്റ്റ് ഷെഡ്യൂൾ നടക്കുകയാണ്. ഞാൻ ഷൂട്ടിലായിരുന്നു. തിരികെ വന്നപ്പോൾ അമ്മയാണ് പറഞ്ഞത്, വിജയ് സാർ എന്നെ കാരവാനിലേക്ക് വിളിക്കുന്നുണ്ടെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലഡുവൊക്കെയായി അദ്ദേഹം എന്നെ കാത്തിരിക്കുകയാണ്. അതീവ സന്തോഷവാനായിരുന്നു. ലോകം കീഴടക്കിയ സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാമായിരുന്നു. ലക്ഷണ, എനിക്ക് പെൺകുഞ്ഞു പിറന്നു. വെള്ളിയാഴ്ച പെൺകുഞ്ഞു പിറക്കുന്നത് ഐശ്വര്യമാണെന്ന വിശ്വാസം തമിഴ്നാട്ടിലുണ്ടത്രേ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തന്നെ എനിക്ക് പെൺകുഞ്ഞു പിറന്നതിൽ ഞാൻ സന്തോഷവാനാണ്. ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്കൊരു ലഡു എടുത്തു തന്നു. അത്രയേറെ സന്തോഷവാനായ വിജയ് സാറിനെയാണ് അന്ന് ഞാൻ അവിടെ കണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ കൺഗ്രാറ്റുലേഷനൊക്കെ പറഞ്ഞു. ഇന്നും അന്നത്തെ ആ സംഭവവും സാറിന്റെ സന്തോഷവും നിറഞ്ഞ മുഖവും എന്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ടെന്നാണ് ലക്ഷണ പറഞ്ഞത്. ഇത്രയേറെ മകളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണോ ഇന്നലെ കണ്ട സ്ത്രീക്ക് വേണ്ടി കുടുംബത്തിന്റെ സന്തോഷം മുഴുവൻ തല്ലിക്കെടുത്തിയത് എന്ന ചോദ്യമാണ് ലക്ഷണയുടെ വീഡിയോ വൈറലായതോടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യങ്ങൾ. ദിവ്യ സാഷ അമ്മയ്ക്കും ചേട്ടൻ ജെയ്സൺ സഞ്ജയ്ക്കും ഒപ്പമാണ് ഇപ്പോൾ താമസം. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.